അന്ന് പറഞ്ഞ ആ വാക്ക് ഇപ്പൊ സത്യമായല്ലോ, അൽഹംദുലില്ലാ ഉണങ്ങിയല്ലോ. അതിനുള്ള കാരണമാണ് പറയാൻ പോകുന്നത്. എന്താ നിങ്ങളെ പേര്? ഓ ആയിഷ. നിങ്ങളെ പേരെന്താ? മൊയ്തീൻ കുട്ടി, മുജീബ്, അബ്ദുറഹ്മാൻ. മക്കളാണ്. അബ്ദുറഹ്മാന്, എന്തായിരുന്നു വാപ്പയുടെ ആദ്യത്തെ രോഗാവസ്ഥ? 8 മാസം മുമ്പാണ് ഇവിടെ വരുന്നത്. അതിന് മുമ്പ് ഈ കാലിൻ്റെ രണ്ട് വിരലെടുത്തു. കാലിൻ്റെ 2 വിരലെടുത്തതിന് ശേഷം 3 മാസത്തോളം 4 മാസത്തോളം അത് മുറി ഉണങ്ങിയില്ല. അതിനുശേഷം രണ്ടാമത് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഇനി അത് മുറിക്കല്ലാതെ വേറെ രക്ഷമില്ല. കാല് മുറിച്ച് കളയാം, കാൽപാദം നേരാണിക്ക് താഴെ മുറിച്ച് കളയല്ലാതെ രക്ഷമില്ലാതെ. അങ്ങനെയാണ് ഉസ്താദിൻ്റെ അടുത്ത് വരുന്നതും 8 മാസങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ അത് പൂർണ്ണമായി മാറി തന്നെ പറയാം. അൽഹംദുലില്ലാ. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ കാലിൻ്റെ ആദ്യത്തെ 2 വിരലെടുത്തല്ലോ, ആ ഒരു എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? അതിൻ്റെ മുമ്പ് ഒരു മുറിവ് പോലെ വിരലിൻ്റെ അടിയിൽ നമ്മൾ ഇത് വാപ്പാക്ക് കൃഷിപ്പണിയായിരുന്നു. അപ്പോൾ ഈ എന്താ വളങ്കടി ചേട്ടുണ്ണൊക്കെ പറയുന്നുണ്ട് അതിന്, അതേപോലത്തെ ഒരു മുറിവായിരുന്നു. അത് ഒരു സുപ്രഭാതത്തിൽ ഒരു കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ചണ്ടി എടുത്തുങ്ങാണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തതാണ്. അതിലങ്ങോട്ട് കീറിയത്. അപ്പോൾ ഷുഗറുള്ള ആളാണ്. അപ്പോൾ മുറിവ് മാറാതായപ്പോൾ ഷുഗർ ഡോക്ടറെ അടുത്ത് പോയി. 1 വർഷത്തോളം ഷുഗറിൻ്റെ സർജറി മരുന്ന് കൊടുത്തു. പിന്നെ അയാൾ കൈ ഒഴിഞ്ഞു. ഇത് തൊലിപ്പുറത്തുണ്ടാകുന്ന എന്തോ ഒരു അസുഖമാണ്, അതുകൊണ്ട് തൊലിൻ്റെ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ തൊലിൻ്റെ ഡോക്ടറാണ് പറഞ്ഞത് ഇതൊരു തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസറാണ്, അപ്പോൾ ഇതൊന്ന് മുറിച്ചല്ലാതെ വേറെ രക്ഷമൊന്നും ഉണ്ടാകുന്നത്. അങ്ങനെ 2 വിരലെടുത്തു. അതിനുശേഷം മുറിവ് ഉണങ്ങാതായപ്പോൾ പിന്നെ പാതെടുത്ത് കളയേണ്ടി വന്നു. ഉസ്താദിൻ്റെ അടുത്ത് വന്ന് അത് മാറി എന്ന് തന്നെ പറയാം. അൽഹംദുലില്ലാ. സന്തോഷമായി. നിങ്ങൾ ആരാണ് പേര്? എങ്ങനെയുണ്ട് മോനെ ഇപ്പോഴത്തെ? നല്ല പൂർണ്ണമായിട്ടും മാറി, 99% മാറി തന്നെ പറയാം. ഇപ്പൊ ചെറിയൊരു വേദന ഉണ്ട്, അതല്ലാതെ വേറെ മുറിവിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയുണ്ട്? സുഖമായി, സന്തോഷമായി അല്ലേ? അതൊരു ചിരിയൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ ചിരിച്ചാലും ദേഷ്യം പിടിച്ച പോലെയാണല്ലോ ഇവർ മക്കൾ നേരത്തെ പറഞ്ഞേ. അങ്ങനെയാണോ? സന്തോഷം കൊണ്ട് ദേഷ്യം വീഴുന്നതല്ലേ? ആയിക്കോട്ടെ. ഏതായാലും മൊയ്തീൻക മാറിയല്ലോ, അൽഹംദുലില്ലാ. നിങ്ങളെ പേരെന്താ? ആയിഷ. നല്ല ഉഷാറായിരിക്കുന്നു, അൽഹംദുലില്ലാ. വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാറണം, അൽഹംദുലില്ലാ മാറ്റം തന്നെ. ഇപ്പം അങ്ങനെ ക്ഷീണം അങ്ങനെയൊക്കെ അല്ലേ ഇതുള്ളൂ, കഴിക്കുന്ന വേദനയും. ഐശ്യം മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, ഈ മൊയ്തീൻ ഖാൻ്റെ ഈ അസുഖം മാറിയത് എങ്ങനെ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അന്ന് ഈ കാല് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാലാകെ പഴുത്ത് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ. കാൽപാദം തന്നെ ഡോക്ടർമാർ മുറിച്ചു മാറ്റാൻ പറയുന്നൊരവസ്ഥ. അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ പറ്റുമോ? അന്ന് നിങ്ങളും നിങ്ങളുടെ ഈ മക്കളും അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, അന്ന് നിങ്ങളും നിങ്ങളെ ഈ ആങ്ങളമാരും എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്, ഉസ്താദെ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഉപ്പാക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഞാൻ അന്ന് ഈ കാലിന് മരുന്ന് വെച്ചത്. നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇനി ഈ കാല് മുറിക്കേണ്ടി വരില്ല, അൽഹംദുലില്ലാ ഇത് ഉണങ്ങുന്നു. അന്ന് പറഞ്ഞ ആ വാക്ക് ഇപ്പൊ സത്യമായല്ലോ, അൽഹംദുലില്ലാ ഉണങ്ങിയല്ലോ. അതിനുള്ള കാരണമാണ് പറയാൻ പോകുന്നത്. ഞാൻ മരുന്ന് വെച്ചതുകൊണ്ടല്ല, ഞാൻ ചികിത്സിച്ചതുകൊണ്ടല്ല. നിങ്ങളും നിങ്ങളുടെ ആങ്ങളമാരും നിങ്ങളുടെ വാപ്പാനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പടച്ചോൻ ഇപ്പം ഒരു രോഗശമനം ഇപ്പം നിങ്ങൾക്ക് തന്നത്. അതന്നെ എപ്പോഴും എനി ടൈം അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ സ്തുതി തന്നെ. അപ്പോൾ എന്തായാലും ഇനി മൊയ്തീൻക അന്ന് ഞാൻ പറഞ്ഞത് ഇനി പറയാൻ പോവാണ്, മരണം വരെ നിങ്ങളുടെ കാലിന് ഇനിയൊന്നും സംഭവിക്കില്ല. കാലിൽ നിന്നല്ല, മരണം വരെ നിങ്ങൾക്ക് ഇനി ഒരു രോഗവും വരില്ല. ഞാനാ പറഞ്ഞേ. അൽഹംദുലില്ലാ അങ്ങനെ തന്നെ കേട്ടോ. ഒന്നുമില്ല, നല്ല മക്കളെ കിട്ടിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ നോക്കിയേ, നല്ല മക്കളെ കിട്ടാൻ മഹാഭാഗ്യം തന്നെ വേണം. ആ മക്കൾ നിങ്ങളെ നന്നായിട്ട് നോക്കിക്കൊണ്ടത് ശരിയായി എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്.
എന്തായാലും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കൂ. നിങ്ങൾ ഇവിടെ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ കാണേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു അനുഭവമാണ് കേട്ടോ ഇത്. നിങ്ങൾ ഇവരെടുത്ത് ചോദിച്ചാൽ മതി. സ്വന്തം പാപ്പാക്ക് വേണ്ടിയിട്ട് ഈ മക്കൾ, ഈ 3 മക്കളും എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നിങ്ങൾ ഇവരോട് ഒന്ന് പുറത്തുനിന്ന് ചോദിച്ചോളൂ. ഇവർ പറഞ്ഞുതരൂ അങ്ങനെയൊക്കെയാണ് പാപ്പാക്ക് വേണ്ടി ചെയ്യേണ്ടത്. അന്ന് ഞാൻ ഇവരെടുത്ത് പറഞ്ഞത് നിങ്ങൾ പച്ചക്കറി ആകുമെന്നാണ്. അവർ പറഞ്ഞത് ഞങ്ങളുടെ മക്കളും ഭാര്യമാരും മക്കളും കംപ്ലീറ്റ് ആളും പാപ്പാക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളും. പാപ്പാൻ്റെ കാലം എങ്ങനെയെങ്കിലും ഉസ്താദെ മുറിക്കാണ്ട് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പടച്ചവൻ ഈ രോഗമൊക്കെ മാറ്റി പാപ്പാക്ക് ഇനി സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നാണ്. അൽഹംദുലില്ലാ ഞാൻ തന്നെ നല്ല സന്തോഷത്തിലാണുള്ളത്. കാരണം ഒരു അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ ആ മുറിവ് ഉണങ്ങിയിരിക്കും. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ മാരകമായ രോഗങ്ങളും പ്രശ്നങ്ങളും മുറിവുകളൊക്കെ മാറുമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അവരെടുത്ത് ഇപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തുകൊണ്ടല്ല ഇത് മാറിയത്, നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാറിയെന്നാണ്. അതാണ് ശരിക്കുള്ള യാഥാർത്ഥ്യം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പറ്റുമെങ്കിൽ മാത്രം ഈ ചികിത്സയിലേക്ക് പോകും. എന്നാൽ ശരി, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. എന്താ പറയുക, കരയുണ്ട. എന്നെ തെറ്റിലാക്കി തന്നു. അൽഹംദുലില്ലാ. നിങ്ങളതിന്റെ പിന്നാലെ കൂടി. അൽഹംദുലില്ലാ. അതേ പടച്ചോൻ നിങ്ങൾക്ക് തന്നൊരു അനുഗ്രഹം. ഞാനതിനൊരു കാരണക്കാരൻ മാത്രമേ വന്നുള്ളൂ കേട്ടോ. അള്ളാ നിങ്ങളെ അനുഗ്രഹിച്ചു, നിങ്ങളുടെ മക്കൾ നിങ്ങളെ കൂടെ നിന്നു, അങ്ങനെ ശരിയായി എന്ന് കരുതും. ഞാനിതിലൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇനിയൊന്നും സംഭവിക്കില്ല. അയച്ച് പൊളിച്ച് ജീവിച്ചാൽ എന്നാൽ ശരി. അൽഹംദുലില്ലാ. കരയണ്ട എന്താ കരയണ്ട, അതൊക്കെ പോയില്ലേ. നിങ്ങളൊക്കെ നല്ലോണം നോക്കിക്കൊണ്ട് അതൊക്കെ മാറിയില്ലേ. ഞാൻ പോയിട്ട് നോക്കാം. Salão, eu vou te